ഹായ്. അംബാനി കല്യാണം അങ്ങനെ പൊടിക്കുകയാണ്. എവിടെ സോഷ്യൽ മീഡിയയിൽ എവിടെ തുടർന്നാലും അംബാനിയുടെ കല്യാണം മാത്രമേ ഉള്ളൂ കാണാൻ. എവിടെ നോക്കിയാലും ഈ വീഡിയോസ് തന്നെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കളർഫുൾ ഡ്രസ്സ്, ഒത്തിരി ജുവൽസ് ഒക്കെ ഇട്ട് പെൺകുട്ടികൾ ഒഴുങ്ങിയൊക്കെ നടക്കുന്ന കാണുമ്പോൾ ഒരു കൗതുകമാണ്, കൗതുക കാഴ്ചയാണ്. അങ്ങനെ ഞാൻ കണ്ട ഒരു കൗതുക കാഴ്ചയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. കാണാം. India's spiritual and cultural traditions hold women in the highest esteem. Our scriptures teach us where there are daughters, there is auspiciousness. Daughters have a higher God-given power. हमारी बेटियां घर को स्वर्ग बना देती है. स्त्री पूजनीय है, वो जननी है, वो अन्नपूर्णा है. वो सुख, समृद्धि और ऐश्वर्य लाती है. इसलिए हम धरती को माँ कहते हैं, नदिया को माँ कहते हैं और भारत को भी भारत माँ कहते हैं. स्त्री ज्ञान है, बल है, सुख है, शांति है. इसलिए वो सरस्वती है, शक्ति है, लक्ष्मी है. स्त्री ही अनंत की अनंत चेतना है. ഇതിനകത്ത് വലിയ കാര്യങ്ങളൊന്നുമില്ല. പുള്ളിക്കാരത്തി ചേതനയാണ്, വാദനയാണ്, കൂതനയാണ്, പൂതനയാണ്. കൾച്ചർ ട്രഡീഷനിൽ എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി സ്ത്രീകളെ ഇങ്ങോട്ട് എൻലാർജ് ചെയ്യാണ്, ഉസ്റ്റപ്പ് ചെയ്യാണ്. കാര്യമൊക്കെ ശരി തന്നെ. ഈ സ്ത്രീകളുടെ കാര്യം പറയുമ്പം ഇവർ പറയുന്ന സമയത്ത് ഒരു പെങ്കുച്ചിരുന്ന് കരീണങ്ങൾ കണ്ടേനു. അതാണ് എന്നെ അട്രാക്ട് ചെയ്തത്, ബാക്കിയൊന്നുമല്ല. പുള്ളിക്കാരത്തിയുടെ മോളെ പറ്റിയും ഇപ്പോൾ വന്ന പുതിയ മരുമോളെ ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം പറയുകയാണ്. സ്ത്രീ ചേതനാഹേ, വേദനാഹേ, ആദനാഹേ, സാധനാഹേ. ആ കൊച്ചിരുന്ന കരയണ കണ്ടപ്പോൾ എനിക്കൊരു ഡൗട്ട്. അത്യാവശ്യം ഫിനാൻഷ്യലി സൗണ്ടായ ആൾക്കാരല്ലാതെ അവിടെ അങ്ങനെ ഒരു ഫംഗ്ഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യത്തില്ല ഇല്ലേ? പിച്ചക്കാരെയൊന്നും അവരങ്ങോട്ട് കയറ്റത്തില്ലല്ലോ. ഐ മീൻ ഫിനാൻഷ്യലി ഡൗൺ ആയിട്ടുള്ള ആൾക്കാരാണ്, പ്രത്യേകിച്ച് മിഡിൽ ക്ലാസ്സുകളെ പിന്നെ ആ ഏരിയ അടുപ്പിക്കത്തില്ല. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. എന്നിട്ട് ഈ പെങ്കുച്ചി കരയണമെങ്കിൽ സ്ത്രീ ചേതനാഹേ വേദനാഹേ എന്ന് പറയുന്നതിൽ എന്തര ഉണ്ട് അല്ലേ? ഉണ്ട്. അതായത് ഞങ്ങൾ ക്ലബ് ഹൗസിൽ ഒരു ചർച്ച വെച്ചപ്പോഴത്തേക്ക് ഒരു വിദ്വാൻ വന്ന് എൻ്റെ അടുത്ത് കുറേ കിടന്നങ്ങോട്ട് ഫൈറ്റ് ചെയ്തു. എനിക്ക് സാമൂഹിക ബോധമില്ലെന്നാണ് പറയണത്. ശരിയായിരിക്കും. എന്താ ഇത് പറയാനുണ്ടായ കാരണം എന്താണെന്നറിയാമോ? ഞങ്ങളൊരു ക്ലബിൽ ഒരു സബ്ജക്റ്റ് വെച്ചു. ഈ സബ്ജക്റ്റ് ഇത്രയേ ഉള്ളൂ: സ്ത്രീകൾക്കുള്ള പ്രാതിനിധ്യം. ഒരു സാഹിത്യ പരിഷത്തിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം എന്താണ്? സാഹിത്യ പരിഷത്തെന്നല്ല, ഏത് ലെവലിലുള്ള ഇടങ്ങളും സ്ത്രീകളുടെ ഒരു കയ്യൊപ്പ് അല്ലെങ്കിൽ സ്ത്രീകളുടെ ഒരു പ്രാതിനിധ്യം, അത് തന്നെയാണ് കറക്റ്റ്. എന്താണ് എന്നാണ് പുള്ളിക്കാരൻ ചോദ്യം. സ്ത്രീകൾ ഭയങ്കരമായി മോഡേണാണ്, ഭയങ്കര പ്രശ്നമാണ്, അവർക്ക് ഒരുപാട് രീതിയിലുണ്ട്. ഇപ്പോഴത്തെ പുരോഗമനവാദികളായ കുട്ടികളുടെ അടുത്തൊന്നും പോയി നിങ്ങളിങ്ങനെ പറയരുത്, മോശമാണ്. ഒന്നും പറയാനില്ല. അപ്പോൾ നമ്മുടെ കോമോട് കൂടെ ഇരിക്കുന്ന ആൾ പുള്ളിക്കാരനും അതുപോലെ സെയിം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് പറഞ്ഞു തന്നെയായാലും പെൺകുട്ടികൾക്ക് ചില ലിമിറ്റേഷൻസ് ഉണ്ട്, ചില പ്രോബ്ലംസ് ഉണ്ട്, അവരങ്ങനെയാണ്, അവരിങ്ങനെയാണ്, ഒരു എക്സ്പ്ലനേഷനാണ്. അപ്പം ഇങ്ങനെ സ്കോർ ചെയ്യുക. സുജിത്ത് എന്നാ പേര്. അവസാനം എന്നെ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഇറങ്ങി പോയത്. പക്ഷെ പോകുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യം കൂടെ പുള്ളിക്കാരൻ പറഞ്ഞു. സാമൂഹ്യ വ്യവസ്ഥയിൽ ഇങ്ങനെ ഒരു പ്രശ്നമേ ഇല്ലെന്ന്. അപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്, മോനെ സുജിത്തെ, നീ അംബാനിയുടെ ഫോട്ടോ കണ്ട? ഇത്രയും വലിയ എല്ലാ ഫെസിലിറ്റീസും ഉള്ള ആ ഒരു വിഷയത്തിൽ പോലും ചവലയാണ് തബലയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതോ ഒരു ഒരെണ്ണം കരയണത് കണ്ട? ഇത്രയും ഫെസിലിറ്റീസും ഉള്ള, അല്ലെങ്കിൽ എന്തായാലും ഒരു ഫിനാൻഷ്യൽ സ്റ്റാറ്റസും അത്യാവശ്യം നല്ല ഇതുമൊക്കെ ഉള്ള ഒരിടത്തിരുന്ന് ഒരു കുട്ടി ആ കരച്ചിൽ പറയുന്നുണ്ടെങ്കിൽ അതിന് മാത്രമുള്ള ഒരു ഡെപ്ത് സ്പീച്ചും അല്ല പുള്ളിക്കാരത്തി പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ബേട്ടിയ ഭയങ്കര സംഭവമാണ് എന്നാണ് പുള്ളിക്കാരത്തി പറയുന്നത്. വീട്ടിലെ പെൺമക്കൾ ഭയങ്കര സംഭവമാണ് എന്നാണ് പറയുന്നത്. അത് കേൾക്കുമ്പോൾ ഒരാൾക്ക് കരച്ചിൽ തോന്നുന്നുണ്ടെങ്കിൽ എവിടെയൊക്കെ പെണ്ണുങ്ങൾ ഇപ്പോഴും ചപലകൾ ആണ് എന്നല്ല എൻ്റെ അർത്ഥം. എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം കൂടെ പറയാം. ഞാൻ പുള്ളിക്കാരനോട് ചോദിച്ചൊരു ചോദ്യമാണ്. ഇപ്പോൾ നമ്മൾ വനിതാ സെല്ലുണ്ട് ഇല്ലേ പോലീസ് സ്റ്റേഷനിൽ, പലപ്പോഴും ഇതൊരു കോമഡി പീസായിട്ട് എനിക്ക് തോന്നാറുണ്ട്. എന്താണെന്നറിയാമോ? നമ്മൾ ഈ വനിതാ സെല്ലിൽ ചെന്നൊരു പരാതി കൊടുത്താൽ രണ്ടുപേരെയും കൂടെ പിടിച്ചിരുത്തി കൗൺസിലിംഗ് നടത്തും. അപ്പോൾ അത് കൗൺസിലല്ലേ, അല്ല കൗൺസിലിംഗ് കേന്ദ്രമല്ലേ? അതെന്തിനാ വനിതാ സെല്ലെന്ന് പേര് കൊടുത്തിരിക്കുന്ന ഡൗട്ടുണ്ടാ? അപ്പം ഞാൻ വീണ്ടും ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടുത്തെ കോട്ടയത്തെ വനിതാ സെല്ലിലാണ് പോയിട്ടുള്ളത്. അപ്പോഴും അവർ പറയുന്നത് നമുക്കിത് എടുക്കാൻ നിയമമില്ല, നമുക്കിത് കേസെടുക്കാൻ വകുപ്പില്ല, നിങ്ങൾ കേസ് കൊടുക്കണമെങ്കിൽ അപ്പുറത്തെ പോലീസ് സ്റ്റേഷനിൽ തന്നെ കൊണ്ട് കൊടുക്കണം. അപ്പോൾ ഇതെന്തുവാ? ഇത് വനിതാ സെല്ല. വനിതകൾക്കായി, വനിതകൾക്ക് വേണ്ടി, വനിതകൾക്ക് മാത്രമായി, വനിതകളാൽ നിർമ്മിക്കപ്പെട്ട വനിതാ കേന്ദ്രമാണ് വനിതാ സെല്ല്. എന്നിട്ട് കേസെടുക്കണമെങ്കിൽ അപ്പുറത്തോട്ട് കൊടുക്കണം. അപ്പോൾ പിന്നെ ഇതിൻ്റെ വാല്യൂ എന്താ? ഇതേ സെയിം സാധനം തന്നെയാണ് വനിതാ കമ്മീഷൻ. നമ്മൾ വനിതാ കമ്മീഷന് ഓടിച്ചുകൊണ്ട് പെറ്റീഷൻ കൊടുക്കും. അതെന്തിനാണെന്നറിയാമോ? അവരവിടുന്ന് നിർദ്ദേശിക്കുകയാണ് പോലീസുകാർക്ക്. എന്തുകൊണ്ട് ഇവർക്ക് കേസെടുക്കാൻ പറ്റുന്നില്ല?
വനിതാ കമ്മീഷൻ എന്തുകൊണ്ട് ആ ഒരു പവർ ഇല്ല? എൻ്റെ ഡൗട്ടാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു എനിക്ക് സാമൂഹ്യ ബോധമില്ല. വനിതാ കമ്മീഷൻ എന്ന് പറയുമ്പോൾ സ്ത്രീകൾക്കായിട്ട് രൂപീകരിക്കപ്പെട്ട ഒരു കമ്മീഷൻ, എസ് എ സെറ്റ്. അവർക്ക് ഇങ്ങനെ നിർദ്ദേശം കൊടുക്കാതെ യു ഷുഡ് ടേക്ക് ദിസ് എന്ന രീതിയിലൊരു കേസ് എടുപ്പിക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? ഇത് എത്ര പരാതി കൊടുത്തിട്ടുണ്ടെന്ന് അറിയാമോ? ഇതിനൊക്കെ തന്നെ അവർ ഫോർവേഡ് ടു ദിസ് സെക്ഷൻ, ഫോർവേഡ് ടു ദാറ്റ് സെക്ഷൻ എന്നാണ് പറഞ്ഞു കേൾക്കാറ്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ എൻ്റെ ഒരു ചിലപ്പോൾ സാമൂഹ്യ ബോധം കുറവായതുകൊണ്ടായിരിക്കും. അവിടെയൊക്കെ നമ്മൾ പരാതി കൊടുക്കുമ്പോൾ അതിൻ്റെ സീരിയസ്നെസ്സോട് കൂടി തന്നെ പരാതികൾ എടുക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം ഇല്ലേ? ഈ കളക്ടർ ഓഫീസിൽ പോയി കഴിഞ്ഞാലും വനിതകൾക്കായിട്ട് സ്പെഷ്യൽ സെല്ലുണ്ട്. നമ്മൾ അവിടെ പോയി വേണം കുട്ടികളെ ലൈംഗികപരമായി ആരെങ്കിലും ഉപദ്രവിച്ചാൽ കൊടുക്കേണ്ടത്. അവിടെ കൊടുക്കണമെന്നേ ഉള്ളൂ. അതൊരു കംഫർട്ട് സോൺ മാത്രമാണ്. പക്ഷേ ആക്ച്വലി കേസ് എടുക്കുന്ന പോലീസ് സ്റ്റേഷനാണ്. പിന്നെ ഈ കംഫർട്ട് സോൺ എന്തിനാ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞാൽ പോരെ? ഇതും എൻ്റെ ഒരു ഡൗട്ടാണ്. ആകെ മൊത്തത്തിൽ നമ്മൾ ഈ സമത്വമൊക്കെ പറയണമെന്നേ ഉള്ളൂ. സംവരണവും സമത്വവും ഒക്കെ ഉണ്ട്. പക്ഷെ സ്ത്രീകൾക്ക് ഇതൊക്കെ കിട്ടുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒന്നുമില്ല. തീരുമാനം എടുക്കാനുള്ള ഇത് കൊടുക്കുന്നുണ്ട്? ഇല്ല, ഒന്നുമില്ല. നമ്മളുടെ വീടുകളിൽ പോലും ഇല്ല. അപ്പം തർക്കബുദ്ധിക്ക് പലതും അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും വരുമ്പോഴും ഈ തർക്കബുദ്ധി അനുസരിച്ച് വേണമെങ്കിൽ നമുക്ക് പറയാം ഇല്ല ഇപ്പോഴത്തെ പെൺകുട്ടികൾ ഭയങ്കര സംഭവങ്ങളാണ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പോഴും കുട്ടികൾ അതേ അടിമത്തത്തിൽ തന്നെയാണുള്ളത്. സ്വാതന്ത്ര്യമൊക്കെ കിട്ടി ഒരുപാട് കാലമായി. പക്ഷെ സ്ത്രീകൾക്ക് എന്ന് സ്വാതന്ത്ര്യം കിട്ടുമെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. സാമൂഹ്യ വ്യവസ്ഥ തന്നെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ തിരിച്ച് ആയാലോ എന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എന്നാൽ നീ ജോലിക്ക് പോ, ഞാനിരിക്കാം, അതാണല്ലോ സമത്വം. നീയും പോ ഞാനും പോ എന്നുള്ളതല്ലേ സമത്വം? ഇക്വാലിസം അല്ലേ? രണ്ടുപേർക്കും ഒരുപോലെ ചെയ്യാൻ കഴിയണം, അതല്ലേ സമത്വം? ഒരാളും താഴണ്ട, ഒരാളും ഉയരുകയും വേണ്ട, ഈക്വലായിട്ട് പോകട്ടെ. നമ്മുടെ രാജ്യം മുന്നോട്ട് വയ്ക്കുന്നതും അത് തന്നെയല്ലേ? എല്ലാവരും ഈക്വൽ, എവരി വൺ ഈസ് ഈക്വൽ ഇൻ ഫ്രണ്ട് ഓഫ് ലോ, അല്ലേ? അപ്പോൾ പിന്നെന്താ സ്ത്രീക്കൊരു നിയമം പുരുഷനൊരു നിയമം എന്ന് പറയുന്നത്? ഈ ചില ഇടങ്ങളിലൊക്കെ നമ്മൾക്ക് കിട്ടുന്ന ഒരു സംഗതിയാണ് ഫ്രീ. തമിഴ്നാട്ടിലൊക്കെ ഉണ്ട്, ബസ്സിൽ സ്ത്രീകൾക്ക് ഫ്രീയാണ്. ഏത് കാലഘട്ടത്തിൽ എന്ത് നടക്കണം? സ്ത്രീകളെന്താ പണിക്കൊന്നും പോകുന്നില്ലേ? സ്ത്രീകളെ പൈസ ഇല്ലയോ? എന്തിനാ ഫ്രീ കൊടുക്കുന്നത്? സ്ത്രീകൾക്ക് എന്തിനാ ഫ്രീ? ഇരിക്കുന്നവരുടെ ഇപ്പോൾ ഒരു കംഫർട്ട്. ഇനി ഇത് മാച്ച് ചെയ്തുകൊണ്ട് വേറെ കുറേ പേര് വരും. നമ്മൾ എവിടെയെങ്കിലും ഇരിക്കാം, ബസ്സിലോ മറ്റോ ഒക്കെ ഇരിക്കുന്ന ഒരു സ്റ്റേജ് വരുമ്പോൾ പെൺകുട്ടികൾക്ക് ഒരു അലവൻസ് പോലെ ഒരു സ്റ്റേജ് കൊടുക്കും, ആണുങ്ങൾക്കില്ല എന്ന് പറയും. ഇടയിൽ ഉള്ള ബസ്സിൻ്റെ 4 ഭാഗത്തിലാണ് നമുക്ക് കിട്ടുന്നത്. ബാക്കി 3 ഭാഗം ആണുങ്ങൾക്കാണ്. അതിൽ 1 ഭാഗം പെണ്ണുങ്ങൾക്ക് റിസർവ് ചെയ്യാം. അത് ഒന്നാമത്തെ കാര്യം. നമുക്ക് ഈ മെൻ്റലി ഇഷ്യൂസ് വരും, കുറേ പ്രോബ്ലംസ് നമുക്ക് അല്ലാതെ വരും. അപ്പോൾ ഈ സമയങ്ങളിലൊക്കെ നമുക്കൊരു കംഫർട്ട് സോൺ വേണമെന്ന് തോന്നും. ചിലർക്ക് ലോങ് ടൈം നിൽക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടാകും. അങ്ങനെയുള്ളവർക്കായിട്ടൊരു കൺസിഡറേഷൻ കൊടുക്കുന്നതിന് ഇതിനെ കൂടെ മാച്ച് ചെയ്യരുത്. ഇപ്പോൾ ബാത്റൂം ഒന്നാക്കി കൂടെ എന്ന് വെച്ചാൽ അതിനൊന്നും എനിക്ക് ഉത്തരവില്ല. എല്ലാവരും കൂടെ ഒരിടത്ത് പോകുന്നില്ലെന്ന് അതൊന്നും എനിക്ക് ഉത്തരവില്ല. ഇതൊന്നും ടാലി ആവത്തില്ല എന്നാണ് പറഞ്ഞത്. അല്ല, നമ്മളിതൊക്കെ പറയണം. അല്ലെങ്കിൽ ഈ പറയണതിനും വേറെന്തെങ്കിലും കുശാക്കറ ബുദ്ധിയും കൊണ്ടുവന്ന് നമ്മളെ കണ്ണിക്കാൻ നിൽക്കും. ആകെ മൊത്തത്തിൽ സ്ത്രീ സംരക്ഷണമോ അല്ലെങ്കിൽ സംവരണമോ സ്ത്രീകളെ സമത്വവൽക്കരിക്കുകയോ ഒന്നും ഇവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഈ തെളിവ് പര്യാപ്തമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ഇതും ഒരു തെളിവാണ്. എത്ര തന്നെ ഉച്ചസ്ഥായിലിരുന്നാലും വലിയ ലോങ് കമൻ്റ് ഒന്നും പറഞ്ഞില്ലെങ്കിൽ പോലും അവർക്ക് കണ്ണുനീർ വരുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള അവഹേളനങ്ങൾ അവിടങ്ങളിലും ഉണ്ട് എന്നുള്ളതാണ്. വീടുകളിൽ നിന്നും തുടങ്ങണം മാറ്റം. നമ്മുടെ വീടുകളിൽ നിന്നും തുടങ്ങണം. ഇനിയും മാറാതെ നിൽക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. നമ്മളുടെ ആധുനിക രീതികൾക്കനുസരിച്ച് മാറ്റം വരുത്തണമെന്നല്ല. സ്വാതന്ത്ര്യം അതൊരാളുടെ അവകാശമാണ്, ജന്മാവകാശം. അത് നിഷേധിച്ചുകൊണ്ട് സ്ത്രീയാണെന്ന പരിമിതി അവൾക്ക് നിശ്ചയിച്ചു കൊടുക്കുമ്പോൾ അത് വളരെ വലിയ തെറ്റാണെന്നാണ് പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം. എന്താണ് പരിമിതി എന്നുള്ളതല്ലേ ചോദ്യം? സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നിടത്താണ് ആ പരിമിതി വരുന്നത്. ഞാൻ അവൾക്ക് നല്ല സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ കൊടുത്തിട്ട് വേണം അവൾ സ്വാതന്ത്ര്യം എടുക്കാൻ, അല്ലേ? പിന്നെ ചില എടുത്തുചാട്ടങ്ങളുള്ള കുട്ടികളുണ്ട്. അവരെ ഒന്ന് മൂക്ക് കയറിട്ട് പിടിക്കണം. അതിൻ്റെ അർത്ഥം അവരുടെ സ്വാതന്ത്ര്യം നിഷേധിക്കലെന്നല്ല, അവരെ വിജിലൻ്റ് ആക്കുന്നതാണ്. ഈ പാതയിലൂടെ പോയാൽ കുഴികളുണ്ടാവും, മുള്ളുണ്ടാകും, പ്രശ്നമുണ്ടാകും എന്നല്ല അലട്ട് കൊടുത്താൽ മതി. പോകരുത് എന്ന് പറയരുത്. അത് പറയാനുള്ള അധികാരം ആർക്കുമില്ല. സ്വാതന്ത്ര്യം ആണിനും പെണ്ണിനും തുല്യമാണ്. രണ്ടുപേരെയും ഈക്വലായി കാണുന്ന ഒരു മാതാപിതാക്കളും മകൾക്കൊരു നീതി മകനൊരു നീതി എന്ന് കണക്കാക്കത്തില്ല. ഇൻക്ലൂഡിങ് അംബാനിയുടെ പെണ്ണുമ്പിളയും. മകളെ പറയുമ്പോൾ മകന് വേദനിക്കത്തില്ലേ? മകനെയും കൂടെ പറയണ്ടേ? ഇത്തരത്തിലുള്ള പൊക്കിപ്പറച്ചിലുകളൊന്നും വേണ്ട. അങ്ങനെയൊന്ന് കൺസിഡർ ചെയ്താലെങ്കിലും മതി. പൊക്കൽ കൺസിഡർ എന്നല്ല പറഞ്ഞാൽ രണ്ടുപേരെയും തുല്യമായി പരിഗണിക്കാനുള്ള മനസ്സുണ്ടാവണം. സ്ത്രീ ശക്തിയാണ്, സ്ത്രീ ആനയാണ്, സ്ത്രീ ഭാരതാംബയാണ്, സ്ത്രീ ചക്കയാണ്, മാങ്ങയാണ്, തേങ്ങയാണ്, കോക്കനാട്ടാണ്, അവസാനം വേസ്റ്റാണ്. അതിനേക്കാൾ ഉപരി രണ്ടു പേർക്കും സ്പെഷ്യാലിറ്റി ഒന്നുമില്ല. രണ്ടുപേരും സ്പെഷ്യൽ ആണ് എന്നും കൂടെ പറയുന്നിടത്താണ് ഇക്വാലിസം വരിക എന്നുള്ളതാണ് എനിക്ക് തോന്നിയൊരു പൊട്ടത്തരം. ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. രണ്ടാമത്തെ കാര്യം, ഇന്ന് വന്ന സുജിത്തിനോട്, എൻ്റെ പൊന്നു മോനെ, വീട്ടിലെ അടിമകളെ പോലെ കണക്കാക്കിക്കൊണ്ട് എന്നോട് കുരുക്കാൻ വരരുത്. ഞാൻ വല്ലതൊക്കെ പറയും. എനിക്ക് ശബ്ദമുണ്ട്, ഞാൻ സ്ത്രീയൊക്കെ തന്നെ, പക്ഷേ സ്വതന്ത്രയായ സ്ത്രീയാണ്.
പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഒരു ചെമ്മാട്ടിപ്പാടങ്ങൾക്കും അടിപ്പെട്ടു പോകാത്ത ഒരു പ്രത്യേകതരം ക്യാരക്ടർ. അതുകൊണ്ടാട്ടാ കൊച്ചിന് നൊന്തെങ്കിൽ സാരമില്ല, മാറിയിരുന്ന് മോങ്ങിക്കും. താങ്ക് യു. ഒന്നോ രണ്ടോ പരാജയങ്ങളിൽ തളർന്നിരിക്കുന്ന, എന്നെക്കൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ലെന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് ബ്രൂസ്ലിയുടെ വാക്കുകളാണ്. ഒരു തമാശയ്ക്കായിട്ട് പോലും നിങ്ങളെപ്പറ്റി നെഗറ്റീവായിട്ടൊന്നും തന്നെ പറയാതിരിക്കുക. നിങ്ങൾ തമാശയ്ക്കാണോ പറയുന്നത്, കാര്യമായിട്ടാണോ പറയുന്നതെന്ന് തിരിച്ചറിയാൻ നിങ്ങളുടെ ബോഡിക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ വാക്കുകളായി കൊടുക്കുന്നതൊക്കെയാണ് നിങ്ങളുടെ എനർജിയായി മാറുന്നത്. ഒരു മന്ത്രം പോലെ അത് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. കാരണം നമ്മൾ നമ്മളെക്കുറിച്ച് പറയുന്ന വേർഡ്സ് അത് നമുക്ക് കിട്ടുന്ന എനർജിയാണ്. അതൊരു മന്ത്രം പോലെ നമ്മളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. സോ യു ക്യാൻ സ്പീക്ക് അബൌട്ട് യുവർ സെൽഫ് ആൻഡ് യു ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്.